നമസ്കാരം, എല്ലാവർക്കും JP Media 5ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പോർക്ക് ഫ്രൈ ഉണ്ടാക്കാം. അതായത് കിടുക്കാച്ചി രുചിയിൽ പോർക്ക് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് കാണാം. ഇതൊരു വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നിങ്ങളുണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഞാൻ 5 കിലോ പന്നിയിറച്ചിയുണ്ട്. അത് നമ്മൾ ഇതുപോലെ കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകി വാരി എടുത്ത് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ട് നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഒരു 80% 90% വേവോടുകൂടി നമുക്ക് ഇത് വേവിച്ച് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം മഞ്ഞളും ഉപ്പും ചേർത്ത് ഇത് വേവിച്ച് മാറ്റി വെക്കാൻ പോവുകയാണ്. ഒരു ഉരുളി അടുപ്പേ വെക്കുക, എണ്ണ ഒഴിക്കുക, കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇടുന്നു. ചെറിയ ഉള്ളി, ശാലറ്റ്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിൽ നിന്ന് നമ്മൾ അതിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. നെയ്യാണ് വെള്ളമാണ്. നമ്മൾ ആ പന്നിയുടെ നെയ്യ് ഇട്ട് അതിൻ്റെ നെയ്യ് ഇറക്കിയെടുത്ത് അതിനകത്ത് നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കുകയാണ്. അധികം എണ്ണ നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ അരക്കുന്നത് വേണ്ട. അത് കഴിഞ്ഞിട്ട് ഇടണ്ട. കർഷക മുളക് ഇടുന്ന മതി. കർഷക വത്തലമുളക്, അതിനുശേഷം നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ തേങ്ങാക്കൊത്ത ഇട്ട് കൊടുക്കുന്നു. പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പെരുംജീരകം, ഗരം മസാല, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി ഇവിടെ അതെടുത്ത് മറിക്കാവോ? അടപ്പം മാറ്റിക്കോ. അതിനുശേഷം പോർക്ക് നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഒന്ന് ഇളക്കിയിട്ടെ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഏലക്ക ഇട്ട് കൊടുക്കുന്നു. നേരത്തെ ഏലക്ക ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ഏലക്ക ചതച്ച് ഇച്ചിരി ഏലക്കയോടെ ഇടുകയാണ്. നമ്മൾ നേരത്തെ കറുവാപ്പട്ടയും ഗ്രാമ്പും തക്കോലവും മാത്രമേ ഇട്ടുള്ളായിരുന്നു. അപ്പം ഏലക്കയോടെ ചതച്ച് ചേർക്കുകയാണ്. ഇപ്പോൾ നമുക്കിത് പറ്റിച്ചെടുക്കണം. ഇതാണ് പോർക്ക് ഫ്രൈ. കണ്ടമാനം ഞാൻ ഡ്രൈ ആക്കിയിട്ടില്ല. എനിക്ക് പൊറോട്ട കഴിക്കാനായതുകൊണ്ട് ഞാൻ അധികം ഡ്രൈ ആക്കിയിട്ടില്ല. ഡ്രൈ ആക്കേണ്ടവർ കുറച്ചുകൂടെ വേണമെങ്കിൽ ഡ്രൈ ആക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക.
ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.